അഭിനന്ദ്, ഇപ്പോൾ ഈ സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരെ വലിച്ചൊഴിച്ച് കൊണ്ടുപോകുമ്പോൾ അഭിനന്ദന് സാക്ഷ്യം വഹിച്ചതാണല്ലോ. എന്താണ് ഇപ്പോൾ അവിടുത്തെ ഒരു ദൃശ്യം? മുഴുവൻ പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്ത് നീക്കിക്കഴിഞ്ഞു. എന്താണ് ഇപ്പോൾ കാണാനാകുന്നത്? ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക അടക്കമുള്ളവരെ ഏത് പോലീസ് സ്റ്റേഷനിലേക്കാണ് കൊണ്ടുപോയിരിക്കുന്നത്? സ്മൃതി, രാജ്യം കണ്ട ഏറ്റവും വലിയ പ്രതിപക്ഷ പ്രതിഷേധത്തിനാണ് ഇന്ന് രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത്. ദില്ലി അക്ഷരാർത്ഥത്തിൽ സംഘർഷഭരിതമായ സാഹചര്യം, ദൃശ്യങ്ങളാണ് നമ്മൾ അല്പസമയം മുമ്പ് വരെ കണ്ടത്. ഇപ്പോൾ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ അടക്കം പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുകയാണ്. ഛത്രസൽ സ്റ്റേഡിയം എന്ന ദില്ലിയിലെ ഒരു സ്ഥലത്തേക്കാണ് 50ഓളം കോൺഗ്രസ് പ്രവർത്തകരെയും രാഹുൽ ഗാന്ധിയും ഇപ്പോൾ മാറ്റിയിരിക്കുന്നത്. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട ഒരു വിവരം കൂടിയുണ്ട്. സർക്കാർ വൃത്തങ്ങൾ കോൺഗ്രസ് പ്രതിഷേധത്തെ തള്ളിയിരിക്കുകയാണ്. പ്രതിഷേധം ആസൂത്രിതമാണെന്നാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചിരിക്കുന്നത്. സുരക്ഷയ്ക്കുമേലുള്ള ഒരു കടന്നുകയറ്റമാണ് ഉണ്ടായത്. സുരക്ഷാ ഭീഷണി തന്നെ കോൺഗ്രസും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും സൃഷ്ടിച്ചുവെന്നാണ് നിലവിൽ സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു ഇഞ്ച് പോലും പിന്നോട്ടില്ല എന്ന് വീണ്ടും പറയുകയാണ് കോൺഗ്രസ്. ഇതെങ്ങനെ ഉണ്ടായ പ്രതിഷേധമാണെന്ന് കൃത്യമായി ഞാൻ പറയാം. CJP എന്ന ഒരു പാർട്ടി അത് രൂപീകരിക്കപ്പെടുന്നു. ഇൻസ്റ്റഗ്രാമിൽ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നു, ട്വിറ്ററിൽ ഫോളോവേഴ്സിന്റെ എണ്ണം കൂടുന്നു. പിന്നാലെ അത് തെരുവിലേക്ക് ഇറങ്ങുന്നു. CJPയുടെ വലിയ പ്രതിഷേധം കണ്ടു. ഇന്നലെ ജന്തർ മന്ദറിൽ നിന്ന് ആരംഭിച്ച പാർലമെന്റ് മാർച്ചിലുടനീളം പോലീസിന്റെ കയ്യേറ്റ ശ്രമങ്ങൾ കണ്ടു. പോലീസ് നിരനിരയായി പ്രവർത്തകരെ ആട്ടിയോടിക്കുന്ന ദൃശ്യങ്ങൾ കണ്ടു. ഇതിന് പിന്നാലെ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് നേതാക്കൾ. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന ആവശ്യത്തിൽ നിന്ന് മാറി ഇപ്പോൾ പ്രധാനമന്ത്രി തന്നെ രാജിവെക്കണമെന്ന ആവശ്യത്തിലാണ് കോൺഗ്രസ് നിൽക്കുന്നത്. കുറച്ചധികം ദിവസങ്ങളായി ചോദിച്ച ഒരു ചോദ്യമുണ്ടായിരുന്നു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എവിടെ? രാജ്യത്ത് അതിസങ്കീർണമായ സാഹചര്യം നടക്കുമ്പോൾ രാഹുൽ ഗാന്ധി എവിടെ പോയെന്ന് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുമുള്ള ചോദ്യത്തിന് ഇന്ന് ഉത്തരം അത് പ്രധാനമന്ത്രിയുടെ വസതിയുടെ മുന്നിൽ രാഹുൽ ഗാന്ധി എത്തുന്ന കാഴ്ച. എവിടെയെന്ന ചോദ്യത്തിന് ഉത്തരം പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ കണ്ടു. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള കോൺഗ്രസ് MPമാർ കോൺഗ്രസിന്റെ മുഖങ്ങൾ കല്യാൺ മാർഗിൽ ലോക് കല്യാൺ മാർഗിലെ വസതിക്ക് മുന്നിൽ പ്രതിഷേധവുമായി എത്തി. കനത്ത സുരക്ഷാ വലയത്തിലുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ. നമുക്കറിയാം, പ്രധാനമന്ത്രിയുടെ വീടും ഓഫീസുമൊക്കെ മാധ്യമ പ്രവർത്തകർക്ക് പോലും ഏതാണ്ട് 13 വർഷക്കാലമായി പ്രവേശനമില്ലാത്ത ഇടത്തേക്ക് ഇന്ന് എല്ലാ മാധ്യമങ്ങളും എത്തി കൃത്യമായി റിപ്പോർട്ട് ചെയ്തു. സംഘർഷഭരിതമായ അവസ്ഥയിൽ എന്ത് ചെയ്യണമെന്നറിയാത്ത പോലീസിന്റെ മുഖം ഏതാണ്ട് 20 മിനിറ്റോളം നമ്മൾ കണ്ടു. 3 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാഷ്ട്രപതി ഭവനിലുള്ള ഗേറ്റിന് മുന്നിൽ ഞാൻ ലൈവ് കൊടുക്കുന്ന സമയത്തെ പറഞ്ഞതാണ്, എന്തോ ഒന്ന് സംഭവിക്കാൻ പോകുന്നു, കടുത്ത പോലീസ് നടപടിയിലേക്ക് കടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിവെക്കുന്നതായിരുന്നു. കൃത്യം 20-ാം മിനിറ്റിൽ 6:30 ആയപ്പോൾ പോലീസിന്റെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കം റോഡിലൂടെ വലിച്ചിടച്ച് ബസ്സിൽ കയറ്റി പോകുന്ന ദൃശ്യങ്ങൾ ജനാധിപത്യം എവിടെ എന്നുള്ള ചോദ്യം അത് ഉന്നയിക്കുന്ന രീതിയിലേക്ക് രാഹുൽ ഗാന്ധി ചോദിച്ച ചോദ്യം. അതെ.